FSH എന്ന് പറഞ്ഞ ഹോർമോൺ ലെവലിൽ മാത്രം വെച്ച് നമ്മൾ ഒരിക്കലും പുരുഷബീജം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കോശങ്ങളുടെ പ്രവർത്തനക്ഷമതയെ കാണരുത്. അപ്പം ഒരാളുടെ FSH LH വളരെ കൂടുതലാണ്, അയാളുടെ ബീജത്തിൻ്റെ നിലവാരം കുറവാണ്, അല്ലെങ്കിൽ സെമിനകത്ത് ബീജാണുക്കൾ ഇല്ല, അയാളുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കുറവാണെങ്കിൽ നമ്മൾ എന്തോർക്കും? നമ്മൾ ഉടനെ വിചാരിക്കണം ടെസ്റ്റീസിന് ഫെയിലിയറാണ്. അവൻ പഠിക്കുന്ന സ്കൂൾ നല്ലതാണ്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ നല്ല മിടുക്കന്മാരാണ്, പക്ഷേ കുട്ടിക്ക് മാർക്ക് തീരെയില്ലെങ്കിൽ നമ്മളൊരു കുട്ടിക്ക് പഠിക്കാൻ കഴിവ് കുറവാണെന്ന് അനുമാനിക്കുന്നത് പോലെ FSH LH കൂടുതലാണ്, പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ടെസ്റ്റീസിൻ്റെ പ്രശ്നമായിട്ട് നമ്മളതിനെ കാണുവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ടെസ്റ്റീസിൻ്റെ കുഴപ്പം എന്ന് പറയുന്നത് ജനിതകമായിട്ടുള്ള വൈകല്യങ്ങളുടെ ഭാഗമായിട്ട് വരാം. ഉദാഹരണത്തിന് XY എന്ന ക്രോമസോം ഘടനയുടെ സ്ഥാനത്ത് XXY എന്ന ക്രോമസോം ഘടനയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ ഈ പ്രശ്നത്തിൻ്റെ പുറകിൽ ഉണ്ടെന്നുള്ളതാണ്. ക്ലൈൻഫെറ്റർ സിൻഡ്രോം എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ക്ലൈൻഫെറ്റർ സിൻഡ്രോം ഉള്ള ഒരാളിൽ ഒരിക്കലും പുരുഷ ബീജോത്പാദനം ഉണ്ടാകുകയില്ല എന്ന് ധരിച്ചിരുന്ന കാലഘട്ടം ഇന്നു മാറി. ഇവിടെയും നമ്മൾ മൈക്രോടീസ എന്ന പ്രൊസീജിയർ നമ്മൾ അണ്ടർഗോ ചെയ്യണം. അവരുടെ വൃഷ്ണത്തിൻ്റെ ചില ഭാഗത്തെങ്കിലും XXY എന്ന ക്രോമസോം ഘടനയാണെങ്കിലും ചില ഭാഗത്തെങ്കിലും ബീജോത്പാദനം ഉണ്ടാകാം എന്ന് പഠനങ്ങൾ ഇന്ന് വെളിവാക്കുന്നുണ്ട്.